ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. സമീപകാല ദിലീപ് സിനിമകളിലെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത ഏറ്റവും വലിയ തരംഗം OTTയിൽ ഉൾപ്പെടെയായി മാറിയ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 50 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നലെ സിനിമയുടെ വിജയാഘോഷം എറണാകുളത്തെ ഒരു തിയേറ്ററിൽ നടന്നിരിക്കുകയാണ്. ആ വിജയാഘോഷ വേളയിൽ സിനിമയുടെ നിർമ്മാതാവ് കൂടിയ ലിസ്റ്റൺ സ്റ്റീഫൻ ഒരു അപ്ഡേറ്റ് കൂടി സിനിമയെക്കുറിച്ച് നൽകിയിരിക്കുന്നു. അതുപ്രകാരം പ്രിൻസിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു. ഓണം പ്രീമിയറായിട്ട് സിനിമ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ദിലീപിന്റെ വർഷങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റ് സ്വന്തമാക്കുന്ന സിനിമ കൂടിയായിട്ട് പ്രിൻസ് മാറുന്നു. ഡ്രാഗൺ എന്ന സിനിമ ഈ വർഷത്തിലെ വലിയ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ്. ഈ ചിത്രം ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിൽ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുന്നു. ജൂലൈയിൽ സിനിമ പ്രീമിയർ ചെയ്യും. നയൻതാര മലയാളത്തിൽ നായികവേഷത്തിൽ എത്തുന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയാണ് ഡിയർ സ്റ്റുഡൻസ്. നിവിൻ അഭിനയിക്കുന്ന ഒപ്പം തന്നെ നിവിൻ നിർമ്മിക്കുന്ന സിനിമ കൂടിയായ ചിത്രം ഓണം റിലീസായിട്ട് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇനിയും സിനിമ ചാർട്ട് ചെയ്തിട്ടില്ല. ഓണത്തിന് ശേഷമായിരിക്കും സിനിമ എത്താൻ സാധ്യത അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. പവൻ കല്യാണിന്റെ വലിയ പാൻ ഇന്ത്യൻ സിനിമ കൂടിയായ ബിഗ് ബഡ്ജറ്റ് സിനിമ ഹരിഹര വീരമല്ലു വരുന്ന ജൂലൈ 24 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന് മുന്നുള്ള ട്രെയിലർ ജൂലൈ 3 രാവിലെ 11:10 റിലീസാകുന്നതാണ്. പാക്കപ്പിന് ശേഷം ഒരു അപ്ഡേറ്റും വരാത്ത പൃഥ്വിരാജിന്റെ സിനിമയാണല്ലോ വിലായത്ത് ബുദ്ധ. സിനിമ പൂജ റിലീസായിട്ട് ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയേക്കും. സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ വളരെ അടുത്ത് തന്നെ വരാനായിട്ടൊരുങ്ങുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഒരു ടീസർ എല്ലാം തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ ലാലേട്ടൻ സിനിമയാണല്ലോ ഹൃദയപൂർവ്വം. സിനിമയിലെ സംഗീത പ്രതാപിനോടൊത്തുള്ള ലാലേട്ടൻ ചിത്രങ്ങൾ ഇപ്പോഴത്തെ സംഗീതം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിരിക്കുകയാണ്. വളരെ രസകരമായ ഒരു കോംബോ ആയിരിക്കും സിനിമയിൽ. ഈ കോംബോ എന്നാണ് ഇതിനോടകം തന്നെ സത്യനന്ദിക്കാട് സിനിമയുടെ സംവിധായകൻ തന്നെ പറയുന്നത്. ഇതിനിടയിൽ സിനിമയുടെ മറ്റൊരു അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ലാലേട്ടൻ വാസ്തുഹാര എന്ന സിനിമയ്ക്ക് ശേഷം സിങ്ക് സൗണ്ടിൽ അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് ഹൃദയപൂർവ്വം. അതായത് ലൈവ് സൗണ്ടിലായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡബ്ബിംഗ് ഇല്ല എന്നർത്ഥം. അപ്പോൾ കാത്തിരിക്കാം ഓണത്തിനെത്തുന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.